അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 12 വയസ്സുകാരൻ കുളിച്ച ഫറൂഖിലെ അച്ചംകുളത്ത് രാമനാട്ടുകര നഗരസഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നറിയുന്നു. അച്ചംകുളത്തിന് സമീപത്ത് നിന്ന് മിഥില ബാലൻ താരയ്ക്ക് റിപ്പോർട്ട് കൂടി പ്രേക്ഷകരെ ഞാൻ കാണിച്ചു തരുന്നു. ഈ മാസം 16, 17, 18 തീയതികളിലാണ് ഈ അച്ചംകുളത്തിൽ നിന്ന് ഈ 12 വയസ്സുകാരൻ കുളിച്ചത്. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് തലവേദന അനുഭവപ്പെട്ടത്. തലവേദന അനുഭവപ്പെട്ടപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചു. പിന്നീടാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർക്ക് ചെറിയ രീതിയിലുള്ളൊരു സംശയം തോന്നി. ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണോ ഈ കുട്ടിക്ക് എന്നൊരു സംശയത്തെ തുടർന്ന് അപ്പോൾ തന്നെ ഈ കുട്ടി കുളിച്ചു എന്ന് പറയുന്ന അച്ചംകുളത്തിൻ്റെ ആ ഒരു പ്രദേശത്തെ കൗൺസിലറെ വിവരം അറിയിച്ചു. അവർ അപ്പോൾ തന്നെ ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കാണുന്നത് പോലെ മാരകമായ രോഗാണുക്കൾ ഉണ്ടെന്ന് സംശയിക്കുന്നതിനാൽ അച്ചംകുളം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിരിക്കുന്നു എന്ന ഇത്തരത്തിലുള്ള ബോർഡുകളെല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഥലം കൗൺസിലർ എനിക്കൊപ്പം ചേരുകയാണ്. ഏത് രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? ഈ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അതിന് ശേഷം ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. ഡോക്ടർ വിളിച്ചിട്ട് ഇവിടെ കുളിക്കുന്നത് പെട്ടെന്ന് നിർത്തി വെക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നഗരസഭയെ അറിയിക്കുകയും ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളും യുവജന സംഘടനകളിൽപ്പെട്ട ആളുകൾ വരികയും ആ വരുന്ന സമയത്ത് ഇവിടെ 100 കണക്കിന് കുട്ടികൾ ഇവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുക. അവരെ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ആരോഗ്യ വകുപ്പും അതേപോലെ നഗരസഭയും ചേർന്ന് സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും അതിനുശേഷം ഞങ്ങൾ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള സമീപ പ്രദേശങ്ങളിലെ 98 വീടുകളിലായി 336 പേരുടെ സർവേ നടത്തുകയും അതിൽ 2 കുട്ടികൾക്ക് മാത്രമാണ് ചെറിയ രീതിയിലുള്ള പനിയും തലവേദനയും ഉണ്ടായിരുന്നത്. അവരെ നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, ഈ അച്ചംകുളത്തെ പറ്റി അറിഞ്ഞ് നിരവധി പേർ ഇവിടെ കുളിക്കാൻ സാധാരണ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അറിഞ്ഞത് മുതൽ നിരവധി പേരാണ് ഈ കൗൺസിലറെ വിളിക്കുന്നത്. വിളിക്കുന്ന ആളുകളെ അപ്പോൾ തന്നെ ഏതെങ്കിലും തരം രോഗലക്ഷണം ഉണ്ടെങ്കിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകണം എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഈ പ്രദേശം ഇപ്പോഴും ഉള്ളത്. പ്രജുൽ സുരേഷിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.